വിദ്യാർത്ഥികളെ +2 സോഷ്യോളജിയുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് ഇന്ന് നോക്കുന്നത്. ഈ ചോദ്യപേപ്പറിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ ഇങ്ങനെയാണ്: മിക്ക കുട്ടികൾക്കും വിജയിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യനാണുള്ളത്. 30-40 മാർക്കെല്ലാം ഏതൊരു കുട്ടിക്കും നിഷ്പ്രയാസം വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. A+ലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. മിക്ക കുട്ടികളും വിജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ചില ചോദ്യങ്ങൾ മാത്രം കുറച്ച് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പിന്നോക്ക വർഗ കമ്മീഷൻ്റെ പേരെഴുതുക. സെക്കൻഡ് OBC കമ്മീഷൻ ചെയർമാൻ മണ്ഡൽ കമ്മീഷനാണ്. ഒന്നാമത്തെ കമ്മീഷൻ മൂത്ത ആൾ കാക്കയാണ്. രണ്ടാമത്തെ ആൾ മണ്ഡൽ കമ്മീഷനാണ്. ഇതിൽ നെട്ടൂർ കമ്മീഷനാണ് കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ഇതിവിടെ ആൻസർ ഏതാണ്? ഇന്ത്യയിൽ രണ്ടാമത്തെ പിന്നോക്ക വർഗ കമ്മീഷൻ മണ്ഡൽ കമ്മീഷനാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? അംബേദ്കറാണ് ആൻസർ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി അംബേദ്കർ. ഇതിൽ MN ശ്രീനിവാസനെ കൊടുത്തിട്ടുണ്ട്. അയാൾ ഡോമിനൻ്റ് കാസ്റ്റ്, പ്രബല ജാതി എന്നുള്ള കൺസെപ്റ്റിൻ്റെ വക്താവാണ്. സംസ്കൃതവൽക്കരണം എന്ന കൺസെപ്റ്റിൻ്റെ വക്താവാണ്. പാശ്ചാത്യവൽക്കരണം എന്ന ടേമിൻ്റെ വക്താവാണ്. ഗാന്ധിജിയാണ് ഹരിജൻ എന്ന ടേം ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കറാണ്. ഈ രണ്ട് ചോദ്യങ്ങളും മിക്ക കുട്ടികളും ശരിയാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം: നിർജ്ജീവമായ ആവിശക്തിയും വൈദ്യുതിയും ഉപയോഗിച്ച് യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. ആവിശക്തിയും വൈദ്യുതിയും ഉപയോഗിച്ചു കൊണ്ടുള്ള ഉൽപ്പാദന പ്രക്രിയയെ എന്ത് പേരാണ് വിളിക്കുന്നത്? വ്യവസായവൽക്കരണം എന്നാണ് വിളിക്കുന്നത്. ഇൻഡസ്ട്രിയലൈസേഷനാണ് ആൻസർ. നാലാമത്തെ ചോദ്യം: കേന്ദ്ര ഗവൺമെൻറ്റും പ്രാദേശിക ഗവൺമെൻറ്റും ശക്തിയും അധികാരവും വിതരണം ചെയ്യുന്ന രാഷ്ട്രീയ ചട്ടക്കൂടിനെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. അപ്പോൾ ചിലപ്പോൾ ഫെഡറലിസമൊക്കെ ആയിരിക്കും ചിലത് തെറ്റിയിട്ടുണ്ടാവുക, ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും പ്രാദേശിക ഗവൺമെൻറ്റും ശക്തിയും അധികാരവും വിതരണം ചെയ്യുന്ന രാഷ്ട്രീയ ചട്ടക്കൂടിനെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. അഞ്ചാമത്തെ ചോദ്യം ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഗവേഷകൻ തന്നെയും തൻ്റെ ഗവേഷണത്തെയും മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിക്കാണുക. ഒരാളുടെ സ്വന്തം ഗവേഷണത്തെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിന് പറയുന്ന പേരെന്താണ്? സ്വയം പ്രതിഫലനം, സെൽഫ് റിഫ്ലക്ഷൻ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. സ്വയം പ്രതിഫലനം എന്നുള്ളതാണ് ആൻസർ. ആറാമത്തെ ചോദ്യം: ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത കാലഘട്ടത്തിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ഉണ്ടെന്നതിനെ സൂചിപ്പിക്കുന്ന പദം. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ? സെക്സ് റേഷ്യോ, ലിംഗാനുപാതമാണ് ആൻസർ. ലിംഗാനുപാതം. ഈ ചോദ്യം സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ആഡം സ്മിത്ത് എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ദി വെൽത്ത് ഓഫ് നാഷൻ എന്നതാണ് ആഡം സ്മിത്തിൻ്റെ പുസ്തകം. ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ദി വെൽത്ത് ഓഫ് നാഷൻ. എട്ടാമത്തെ ചോദ്യം മോഡൽ എക്സാമിന് വന്ന അതേ ചോദ്യം തന്നെയാണ്. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരം ഇടകലര. മിക്സിംഗ് ഓഫ് ഗ്ലോബൽ കൾച്ചർ ആൻഡ് റീജിയണൽ കൾച്ചർ. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഇടകലരുന്നതിനെ എന്ത് പേര് വിളിക്കുന്നു? ഗ്ലോക്കലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഗ്ലോക്കലൈസേഷനാണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം: പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഗവൺമെൻറ് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നതിനെ അല്ലെങ്കിൽ വീതിക്കുന്നതിനെ ഏത് പേരാണ് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ആൻസർ ഏതാണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഗവൺമെൻറ് സ്വകാര്യ കമ്പനിക്ക് വിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ ആദ്യമായൊരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് വീതിച്ചു കൊടുത്തു. ആ കമ്പനിയുടെ പേരാണ് മോഡേൺ ഫുഡ് എന്നുള്ളൊരു ബ്രെഡ് കമ്പനിയാണ് ആദ്യമായിട്ട് ഒരു സ്വകാര്യ മേഖലക്ക് ഗവൺമെൻറ് മറിച്ച് വിറ്റത്. ഓക്കെ, അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ വിപണിക്ക് വിൽക്കുന്നതിനെയാണ് അല്ലെങ്കിൽ വീതിക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അപനിക്ഷേപം എന്നൊക്കെ പറയുന്നത്.
അടുത്ത ചോദ്യം, ഫുഡ് ലോസ് ലേബർ, എങ്ങും നിലനിൽക്കാത്ത തൊഴിലാളി എന്ന പദം ഉപയോഗിച്ച വ്യക്തി ആരാണ്? ജാൻ ബ്രഹ്മനാണ് ആൻസർ. എങ്ങും നിലനിൽക്കാത്ത തൊഴിലാളി എന്നുള്ള ടേമിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജാൻ ബ്രഹ്മൻ. 2 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ സ്ത്രീ പുരുഷാനുപാതം കുറയുന്നതിനുള്ള 2 കാരണങ്ങൾ മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെയാണ് എഴുതാം? ഗർഭധാരണ കാലത്തെ ആരോഗ്യസ്ഥിതി എഴുതാം, മതപരമായ കാരണങ്ങൾ എഴുതാം, ആരോഗ്യപരമായ കാരണങ്ങൾ എഴുതാം, സ്ത്രീകളോടുള്ള സമീപനം എഴുതാം, ശിശുഹത്യ, മതപരമായ പ്രചരണങ്ങൾ, മാതൃമരണ നിരക്ക്. ഇതിലേതെങ്കിലും 2 എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഏതൊക്കെയാണ്? ഗർഭധാരണ കാലത്തെ ആരോഗ്യസ്ഥിതി, സ്ത്രീകളോടുള്ള സമീപനങ്ങൾ, ശിശുഹത്യ, ഭ്രൂണഹത്യ, പെൺകുട്ടികളോടുള്ള അവഗണന, മതപരമായിട്ടുള്ള പ്രചരണങ്ങൾ, മാതൃമരണ നിരക്ക്. ഇതിൽ ഏതെങ്കിലും ഒരു 2 3 എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടും. 12ാമത്തെ ചോദ്യം, ജാതിയുടെ ഏതെങ്കിലും 2 സവിശേഷത എഴുതാനാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഈ ചോദ്യത്തിന് ആൻസർ ഇല്ലേ? ജാതിയുടെ ഏതെങ്കിലും പ്രത്യേകതകൾ. ജനങ്ങളെ തൊഴിലിൻ്റെയും പദവിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചു. ജാതിയാണ് ജനങ്ങളെ തൊഴിലിൻ്റെയും പദവിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചത്. ഓരോ ജാതിക്കും പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുമായി ബന്ധമുണ്ട് അല്ലേ? ഓരോ ജാതിക്കും അവരുടേതായിട്ടുള്ള ജോലിയാണ് ഉണ്ടാവുക. ഇനിയോ ഓരോ ജാതിക്കും ജാതി ശ്രേണിയിൽ പ്രത്യേക സ്ഥാനമാണുള്ളത്. ബ്രാഹ്മണർക്ക് പ്രത്യേക സ്ഥാനം, ക്ഷത്രിയർക്ക് പ്രത്യേക സ്ഥാനം, വൈശ്യർ, ശൂദ്രർ എന്നിവർക്ക് പ്രത്യേക സ്ഥാനം. ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ് ജാതി വ്യവസ്ഥ എന്നുള്ളത് അല്ലേ? ഇതൊക്കെ ഏതെങ്കിലും ഒരു 2 കാര്യം എഴുതി വെച്ചാൽ മതി. ശുദ്ധി അശുദ്ധി സങ്കല്പമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എഴുതാനാണ്. എന്തൊക്കെയാണ് ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ്? ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം, വിദ്യാഭ്യാസം ലഭിക്കാത്തത്, നിരക്ഷരത അല്ലേ? തൊഴിലിടങ്ങളിൽ അവസര സമത്വമില്ലായ്മ. ഏതെങ്കിലും ഒരു 2 കാരണങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന ഏതെങ്കിലും 2 പ്രശ്നങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും. ഇനി പാശ്ചാത്യവൽക്കരണം എന്നാൽ എന്താണ്? ഈ ടേമിൻ്റെ ഉപജ്ഞാതാവ് MN ശ്രീനിവാസ്. പാശ്ചാത്യവൽക്കരണം എന്ന് പറഞ്ഞാൽ 150 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യൻ സംസ്കാരത്തിലുണ്ടായ മാറ്റത്തെയാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. 150 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യൻ കൾച്ചറിലുണ്ടായിട്ടുള്ള മാറ്റത്തെയാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും 2 പ്രൈവറ്റ് FM ചാനലുകളുടെ പേര് എഴുതാനാണ്. ഏതെങ്കിലും 2 FM സ്റ്റേഷൻ്റെ പേര് എഴുതാനാണ്. ഏതാണ് നിങ്ങൾ എഴുതുക? ഏതെങ്കിലും 2 FM സ്റ്റേഷൻ്റെ പേര് എഴുതാം. റേഡിയോ മിർച്ചി എഴുതാം, റേഡിയോ സിറ്റി എഴുതാം, റേഡിയോ മാംഗോ എഴുതാം. ഏതെങ്കിലും ഒരു 2 FM സ്റ്റേഷൻ്റെ പേര് എഴുതിയാൽ അതും ആൻസറായി. റേഡിയോ മിർച്ചിയോ റേഡിയോ സിറ്റിയോ റേഡിയോ മാംഗോ, ധാരാളം റേഡിയോ സ്റ്റേഷനുകളുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതാണ്.